ഫാമിലി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലാസ്ക പോളോക്ക് എന്ന് പറഞ്ഞൊരു മീനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ എന്തിന് നോർത്ത് പസഫിക് എന്ന് പറഞ്ഞൊരു ഓഷ്യനിൽ ഉണ്ടാവുന്ന ഒരു മീനാണ്. അത് അധികം വലിപ്പമില്ല, ഏതാണ്ട് ഒരു അത്ര ഉണ്ടാവുള്ളൂ വലിപ്പം. അപ്പോൾ അങ്ങനത്തെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫില്ലറ്റാണ് നമുക്ക് കിട്ടിയണേ. അപ്പോൾ ആ ഫില്ലറ്റ് കിട്ടിയിട്ട് നമുക്കപ്പോൾ അതൊന്ന് ചേരിച്ചു. ഇപ്പോൾ ഒരു കിലോ ഉണ്ട്, 1 കിലോ ഉണ്ട് ഫുള്ള് ഫില്ലറ്റ് മാത്രം. അപ്പോൾ നമുക്കതൊരു മീനച്ചാർ ഉണ്ടാക്കാം. നമുക്ക് മീനച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നാട്ടിൽ കാണണം തന്നെ അത്ര ഗ്രേവി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എരിവിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിള്ളേർ തിന്നാൻ വരും. അപ്പോൾ അധികം എരിവിട്ടുന്നില്ല, അപ്പോൾ അധികം ഗ്രേവി ഉണ്ടാവില്ല, ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക, അതുപോലെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മളൊരു കിലോ മീൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ഫില്ലയാണ്, ഫുൾ ഇറച്ചിയാണല്ലോ. അപ്പോൾ നമ്മൾ അത് സ്ക്വയറായിട്ടാണ് മുറിച്ചാണ്, എല്ലാതും ഇങ്ങനെയാണ് മുറിച്ചാണ് ഫുള്ളായിട്ട്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക്. നമ്മളിപ്പോൾ 1 കിലോ മീനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യണേ. പെരട്ടി വയ്ക്കാനാണ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിന് ശേഷം നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കാശ്മീരി മുളക് പൊടിയല്ല, ശരിക്കും നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നല്ല എരിവുണ്ടാവും ഇത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയിടുക. പിന്നീട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യണത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ. അതുപോലെ നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മീനിലേക്ക് നല്ലോണം പിടിക്കും. അതിനുശേഷം നമുക്ക് വറക്കാം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് നല്ലോണം അത് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന്, അതായത് മീൻ വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. സൺഫ്ലവർ ഓയിൽ ഒരു അത്യാവശ്യം നമ്മൾ 1 കിലോ മീൻ ഉണ്ടല്ലോ, അത് 1 കിലോ മീൻ ഒഴിക്കാനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണേ. അത് മുഴുവനായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല, കുറച്ച് മാറ്റി വയ്ക്കും. എണ്ണ ചൂടായപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. മീൻ നമ്മൾ ഒന്നിട്ട് വിടാണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ഒന്നിട്ടൊന്ന് പിടിക്കൂല. അതുപോലെ തന്നെ നമ്മൾ ഇറക്കുമ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ അനക്കാണ്ട് വയ്ക്കുക. അതിന് ശേഷം ഇളക്കിയാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ച മസാല ഒക്കെ പോയി കിട്ടും. അതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാ മസാലയുടെ ഉള്ളിൽ കോരി മാറ്റി ഒരുവിധം. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ്.
ഇത് ലാസ്റ്റ് ട്രിപ്പ് ഇടാൻ, അതായത് നമ്മളൊരു കിലോ മീനാണല്ലോ എടുത്തണേ. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് വറുക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പാനാണല്ലോ. അതുകൊണ്ട് വലിയ പാനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് വറുത്ത് അവസാനിപ്പിക്കായിരുന്നു. അപ്പോൾ നമുക്ക് 1 കിലോ മീൻ വറുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു പ്ലേറ്റ്, അതായത് നമ്മൾ സ്ട്രീറ്റ് പ്ലേറ്റിലാണ് ഇട്ടാണ്. അതല്ലതും ഒരു പ്ലേറ്റിൽ, അതായത് ഒരു കഷ്ടി ഒരു 1/2 കിലോ കഷ്ടി ഉണ്ടാവുള്ളൂ, കൂടുതലില്ല. അപ്പോൾ അത്രയും കുറയും നമുക്ക്. അപ്പോൾ അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊരു ചൂടാവാനായിട്ട് ഒരു പാത്രത്തിലേക്ക് പരത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുഴുവൻ വെളിച്ചെണ്ണ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇടുന്നുണ്ട്, 1 സ്പൂൺ കടുക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ ഉലുവയും, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും 120 ഗ്രാം ഇടുന്നുണ്ട്. കുറച്ചുകൂടി ഇഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി ഉണ്ടാവും. അതുപോലെ ഗ്രേവിക്ക് റിച്ച് ആവും ഗ്രേവി. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഇടാം. മസാലയ്ക്ക് നമ്മൾ 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നീട് നമ്മൾ തിളക്കിയിട്ട് പൊടികളൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ ഉപ്പിടുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അതുപോലെ നമുക്ക് പുളിക്ക് വേണ്ട വിനാഗിരിയാണ് പിന്നെ ഒഴിക്കണേ. അതുപോലെ നമ്മൾ കായംപൊടി, ഒരു 1/2 സ്പൂൺ കായംപൊടിയും ചേർക്കേണ്ടത് ഇതിലേക്ക്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഗ്രേവി ഞാൻ പറഞ്ഞോണം അധികം ഇല്ല. അച്ചാറ് ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ടേസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ മീരച്ചാറിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണൊക്കെ അഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും എത്തും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.